ഇതിപ്പോ വേറൊന്നുമല്ല, നമ്മുടെ മുമ്പിൽ ഒരു ധിക്കാരം കാണിക്കണം. അത്രേ ഉള്ളൂ ഈ സാരി ഉടുക്കുന്നതിന്റെ ലക്ഷ്യം. രാധിക, നീ ഒന്ന് വെറുതെ ഇരിക്കേ. ദേവിമോള് സംസാരിക്കട്ടെ. ചേച്ചി കണ്ടില്ലേ, ഇതാ ഇപ്പൊ ഇവിടുത്തെ രീതി. ഞാൻ എന്ത് ചെയ്താലും കുറ്റം, ഞാൻ പറയുന്നതൊക്കെ തെറ്റ്. ഞാനിപ്പോ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു എന്ന് പറയട്ടെ, ഇവര് പറയും ഉദയം പടിഞ്ഞാറാന്ന്. പറയും. കാരണം നീ കിഴക്കെന്ന് ഉദ്ദേശിക്കുന്നത് പടിഞ്ഞാറിനെ ആയിരിക്കും. തലതിരിച്ചല്ലേ എല്ലാം പ്രവർത്തിക്കുന്നത്. എന്നിട്ട് അവള് അമ്മേ പ്ലീസ്. മോളെ, അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്, അതുകൊണ്ട് അമ്മ വഴക്ക് പറയുന്നേ. അമ്മയ്ക്ക് മാത്രല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. എന്നെ കുറിച്ച് ഓർത്ത് വിഷമോ? എന്താ ചേച്ചി? ഞാൻ ആരെങ്കിലും കൊന്നോ അതോ കൊള്ളയടിച്ചോ? കൊന്നാലും കൊള്ളയടിച്ചാലും കുറച്ചുകൂടെ സമാധാനം ഉണ്ടാവുമായിരുന്നു. എന്നാ അമ്മ ഒരു കാര്യം ചെയ്, അമ്മ സംസാരിക്കേ, ഞാൻ പോവാ. ആ അതാ ചേച്ചി നല്ലത്. ചേച്ചിക്ക് ഒരുപാട് തിരക്കല്ലേ, അതിനിടയിൽ ഇവിടെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് സമയം കളയണ്ട, മനസ്സും വിഷമിപ്പിക്കണ്ട. കണ്ടോ കണ്ടോ, നിന്നെ കൊണ്ട് സംസാരിപ്പിക്കാതിരിക്കാനുള്ള അടവാ. ദേവികേ, എല്ലാം സംസാരിച്ച് തീരുമാനം ഉണ്ടാക്കിയിട്ടേ നീ പോവാവൂ. ഞാൻ നീ ഒന്നും മിണ്ടുന്നില്ല. എന്നാ പിന്നെ സമയം കളയണ്ട, ചേച്ചി ചോദ്യങ്ങൾ തുടങ്ങിക്കോ. നീ എന്നെ കളിയാക്കും പോലെയാണല്ലോ പറയുന്നേ. എന്നുവെച്ചാ എന്റെ ചോദ്യങ്ങൾക്ക് വില തരില്ല എന്നാണോ? ചേച്ചി എന്താ അങ്ങനെ പറയുന്നേ? ചേച്ചിയോടുള്ള സ്വാതന്ത്ര്യം കൊണ്ടല്ലേ ഒരു പൊടിക്ക് ഡയലോഗ് ഞാൻ കൂട്ടി പറയുന്നേ. നിന്റെ ഡയലോഗ് ഒന്നേ ഇനി നടക്കില്ല, സമ്മതിക്കില്ല. ഈ അമ്മയെ കൊണ്ട് ഒരു നിവൃത്തിയില്ലല്ലോ. മോള് വന്നേ, ചേച്ചി ചോദിക്കട്ടെ, വാ. അല്ലേ എടി, രാധികേ, ഇതെന്താ രാധിക? ദേവിക മോള് സമാധാനമായിട്ട് ചോദിക്കട്ടെ, കാര്യങ്ങൾ അറിയാലോ. അതോട്ട് നോക്കിക്കോ, ശാരിക എന്തെങ്കിലും പറഞ്ഞ് ദേവിക അടുത്ത് നിന്ന് തടി തപ്പും. ശാരി, നീ ഇവിടെ ഇരുന്നേ. ഇതെന്താ ചേച്ചി, സിനിമയിലെ പോലീസുകാര് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇരുത്തുന്ന പോലെ ഉണ്ടല്ലോ. നീ തമാശയാക്കല്ലേ മോളെ, വളരെ സീരിയസ് ആയിട്ട് നിന്നോട് സംസാരിക്കാനാ ഞാൻ വന്നേ. ശരി പറയും. ആ നവീനുമായിട്ടുള്ള കല്യാണം നീ വേണ്ടാന്ന് പറഞ്ഞത് ഞങ്ങളെല്ലാരും സമ്മതിച്ചു തന്നു. നിനക്കൊരാളെ ഇഷ്ടമുണ്ടെന്നുള്ള കാര്യവും സമ്മതിച്ചു. താങ്ക് യു ചേച്ചി. എനിക്കറിയായിരുന്നു ഒരിക്കലും പ്രണയിക്കുന്നവരെ പിരിക്കാൻ ചേച്ചി കൂട്ടുവയ്ക്കില്ലെന്ന്. നേരാ, പ്രണയിക്കുന്നവരൊരിക്കലും പിരിയരുതെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. ചേച്ചി ഇക്കാര്യം അമ്മയെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണേ. അതൊക്കെ പറയാം, പക്ഷേ നീ ഇഷ്ടപ്പെടുന്ന ആൾ ആരാണെന്ന് പറയണം. എന്നിട്ട് വേണം അടുത്ത കാര്യങ്ങൾ സംസാരിക്കാൻ. അടുത്ത കാര്യങ്ങളെന്ന് വെച്ചാൽ എന്താ ചേച്ചി? അത് പറയാം. നീ ഇപ്പോ ആരെയും ഇഷ്ടപ്പെടുന്നെന്ന് പറ. അല്ല, അടുത്ത കാര്യം എന്ന് പറഞ്ഞത് കല്യാണ കാര്യമാണെങ്കിൽ ഇപ്പൊ വേണ്ട ചേച്ചി. എന്നുവെച്ചാ ഇനി ചുമ്മാ അങ്ങ് പ്രേമിച്ച് നടക്കാന്നാണോ? ചേച്ചി, അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യങ്ങളാ, തികച്ചും വ്യക്തിപരമായ കാര്യങ്ങള്. എന്നുവെച്ചാ എന്താ നീ ഉദ്ദേശിക്കുന്നത്? ചിലപ്പോ കുറേ കാലം ഇതുപോലെ അങ്ങ് പോവും. ഒരുപാട് നാള് പ്രേമിക്കണം. കല്യാണം കഴിഞ്ഞാ പ്രേമത്തിന്റെ ആ സുഖം അങ്ങ് കുറയുന്നല്ലേ പറയാറ്. എനിക്ക് വിവാഹം കഴിക്കണമെന്ന് തോന്നല് വന്നാ അപ്പൊ കല്യാണം. അല്ല, നിങ്ങളൊക്കെ എന്താ അതിനെക്കുറിച്ച് ഓർത്ത് ഇപ്പോഴേ ടെൻഷൻ ആവുന്നേ? നീ ഇവളുടെ വാക്കും കേട്ടോണ്ടിരിക്കാണോ? പ്രേമിച്ച് നടക്കണോ അല്ലേടി നിനക്ക്? ഇവളുടെ ചെകിടടിച്ചൊന്ന് കൊടുക്കാൻ വേണ്ടേ? അമ്മേ അമ്മേ, തല്ലണമെങ്കിൽ തല്ലിക്കോ. എന്റെ പ്രണയത്തിന്റെ പേരിൽ ഇപ്പൊ തല്ലുകൊണ്ടാലും ഞാനത് സഹിക്കും. പിന്നെ എന്റെ കുഞ്ഞുങ്ങളെ ഒക്കത്തെടുത്ത് വെച്ച്
അമ്മ നടക്കുന്ന ഒരു സമയം വരുമല്ലോ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അഹങ്കാരത്തോടെ പറയാം. ഡീ, നീ എന്തൊക്കെയാടി പറയുന്നത്? എന്താ ഇത്? രാധിക, നീ ഒന്നും മിണ്ടാതിരിക്കേ. മോളെ, ചേച്ചി ചോദിച്ചതിന് സമാധാനം പറയും. അതല്ലേ ഞാൻ ചെയ്യുന്നത്. ഇനി ചേച്ചി പറ, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ജന്മം തന്ന അമ്മയോടും അച്ഛനോടും കൂടെ പറപ്പായ ചേച്ചിയോടും ഒക്കെ എനിക്ക് ഇഷ്ടവും ബഹുമാനവും ഒക്കെ തന്നെയാ. പക്ഷേ എന്റെ സ്വാതന്ത്ര്യവും എന്റെ ജീവിതവും പൂർണ്ണമായും എനിക്കുള്ളതാ. അതിനു വേണമെങ്കിൽ അഭിപ്രായം പറയാം, പക്ഷെ തീരുമാനം എടുക്കുന്നത് ഞാനായിരിക്കും. അത് സന്തോഷത്തോടെ അംഗീകരിച്ചാ നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം. ശാരികെ, ഇങ്ങനെ പോയാൽ നീ അവസാനം ദുഃഖിക്കും. ഞാൻ അവസാനം ദുഃഖിക്കുകയായിരിക്കും. ചേച്ചി പക്ഷെ ആദ്യമേ ദുഃഖിക്കുകയല്ലേ? എന്താ ചേച്ചി, ഉത്തരവില്ലേ? കല്യാണം മുതൽ ഈ നിമിഷം വരെ ചേച്ചിയുടെ മനസ്സിന് സമാധാനം കിട്ടിയിട്ടുണ്ടോ? MLA ആയി എല്ലാവരുടെ പ്രശ്നങ്ങളും തീർക്കാൻ ഓടി നടക്കുന്ന ചേച്ചിക്ക് ചേച്ചിയുടെ പ്രശ്നങ്ങൾ തീർക്കാൻ സാധിച്ചിട്ടുണ്ടോ? നന്ദേട്ടൻ ചേച്ചിയോട് 100% നീതി കാണിച്ചിട്ടുണ്ടോ? ചേച്ചിക്ക് നന്ദേട്ടനെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? ചേച്ചി ടെൻഷൻ അടിച്ച് ചന്ദ്രോത്ത് തന്നെ തുടരുന്ന എന്തുകൊണ്ടാ? ഉറച്ച തീരുമാനം എടുക്കാനുള്ള പേടിയുണ്ട്. കുറച്ചൊന്ന് ബോൾഡായി നോക്കി ചേച്ചി, ജീവിക്കാൻ നല്ല സുഖമായിരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, എന്റെ ജീവിതം എനിക്ക് വിട്ടുതരിക. വേറൊന്നും പറയാനില്ല ചേച്ചി. നീ എവിടെ പോവാ? അവിടെ ഇരിക്കടി. അമ്മേ, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ തടസ്സപ്പെടുത്തല്ലേ. ഇപ്പൊ പറഞ്ഞ ബഹുമാനവും സ്നേഹവും ഒന്നും നഷ്ടപ്പെടുത്തരുത്. നീ എന്താടി പറഞ്ഞേ? നിന്നേന്ന് അമ്മേ, വേണ്ട. ചേച്ചി, ഞാൻ ഇറങ്ങട്ടെ. അച്ഛാ, ഞാൻ പോയിട്ട് വരാം. മോളെ, ചേച്ചി മോളോട് ചോദിച്ചില്ലേ മോൾ ആരെയാ? അതൊക്കെ ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. നീ എവിടെയാ പോകുന്നേ? എന്റെ ഒരു സുഹൃത്തിനെ കാണാൻ. അപ്പൊ ശരി. ദേ, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ പിന്നീന്ന് വിളിക്കല്ലേ. മോളെ, അവൾ എന്താ മോളോട് പറഞ്ഞത്? ആരാണെന്ന് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലച്ചാ, സമയാവുമ്പോ പറയാന്ന്. സുഹൃത്തിനെ കാണാൻ പോകുന്നല്ലേ പറഞ്ഞത്? അത് അവനെ കാണാൻ തന്നെയാ. പുറകെ പോയാൽ അറിയാൻ പറ്റും. ഇപ്പൊ എന്റെ ഈശ്വര, ഒരു സ്വസ്ഥത ഇല്ലല്ലോ ഇവളെ ഓർത്തിട്ട്. ശാരിക ഏതെങ്കിലും ഫംഗ്ഷന് പോവണം. സാരിയെ കൊടുത്തപ്പോ വലിയ പെണ്ണായല്ലോ ശാരിക. വിവാഹപ്രായമായ ഒരാളാ ഞാൻ. സാരി ഉടുക്കുന്നോണ്ട് തെറ്റുണ്ടോ? അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. നമ്മൾ ഒരാളെ വിശ്വസിച്ച ഒരു കാര്യം, പ്രത്യേകിച്ച് രഹസ്യം പോലുള്ള കാര്യങ്ങൾ പറയുന്നതേ അയാളെ അത്രയും വിശ്വാസമായിട്ടാ. ഇനി എത്ര സമ്മർദ്ദം വന്നാലും അയാളുടെ മനസ്സിൽ നിന്ന് അവര് പറഞ്ഞത് പുറത്തു പോയില്ല എന്നുള്ള ഉറപ്പുണ്ട്. പക്ഷെ മുരളിയേട്ടൻ പറ്റിച്ചു കളഞ്ഞു. മുരളിയേട്ടനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് മനസ്സിലായി. അയ്യോ മോളെ, അങ്ങനെ പറയല്ലേ. അങ്ങനെ പറയൂ. വാക്ക് തന്നാ വാക്കായിരിക്കണം മുരളിയേട്ടാ. കൃത്യമായ സമയം വരുമ്പോ ഞാൻ തന്നെ എല്ലാരോടും കാര്യങ്ങൾ പറയാന്ന് മുരളിയേട്ടനെ അറിയിച്ചതാ. ആണല്ലോ. മുരളിയേട്ടൻ അത് സമ്മതിക്കുകയും ചെയ്തു.
പക്ഷെ തന്ന ഉറപ്പ് പാലിച്ചില്ല. മുരളിയേട്ടന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്ന് മനസ്സിലായി. ഇത്രയൊക്കെ അടുത്തറിയുന്ന ആൾക്കാരായിരുന്നിട്ടും ഒരു കാര്യത്തിൽ ചെറിയൊരു വീഴ്ച വന്നപ്പോ ഞാൻ പഴയ ചാക്കായി പോയില്ലേ മോളെ. മുരളിയേട്ടൻ അങ്ങനെ പറഞ്ഞെന്നെ കുറ്റപ്പെടുത്തണ്ട. അത്രയും അടുത്തറിയാവുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ഞാനിനി എന്തൊക്കെ പറഞ്ഞാലും മോൾക്കത് മനസ്സിലാവില്ല. നീ ഒരു രക്ഷകർത്താവിന്റെ സ്ഥാനത്തെത്തണം. അപ്പോഴേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ പറ്റും. 3 കുടുംബങ്ങളെയും കുറെ ജീവിതങ്ങളെയും ബാധിക്കുന്ന പ്രശ്നം അത്. ഞങ്ങളുടെ കുടുംബം, നിന്റെ കുടുംബം, പിന്നെ ദേവികയുടെ ഇപ്പോഴത്തെ കുടുംബമായ ചന്ദ്രോത്ത്. അതുകൊണ്ട് തന്നെയാ ഞാൻ ഈ വിഷയം നന്ദനോട് സൂചിപ്പിച്ചത്. ഒരു പ്രത്യേക നിമിഷത്തിൽ നന്ദനത് എല്ലാരെയും അറിയിക്കുകയും ചെയ്തു. ആ, എത്ര എളുപ്പം! 4 വരിയിൽ കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചു. പക്ഷെ കാര്യങ്ങൾ നന്നാക്കുകയല്ല, കുളമൊക്കെ മുരളിയേട്ടൻ ചെയ്ത്. ഞാനേ പ്രായപൂർത്തിയായ പെണ്ണാ. എനിക്കാരുടെ ഔദാര്യത്തിനോ ആശീർവാദത്തിനോ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ പക്ഷെ കുറച്ചൊന്ന് അനുസരിച്ച് നിൽക്കുന്നതേ എന്റെ മാന്യത കൊണ്ടാ. എന്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ആരും അങ്ങനെ ടെൻഷൻ അടിച്ച് BP കയറ്റണ്ട. എന്തായാലും എനിക്ക് സന്തോഷമായി. നീ പഠിക്കുകയാണെന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പൊ മനസ്സിലായി പരീക്ഷയിലൊക്കെ ജയിച്ചു നിൽക്കുകയാണെന്ന്. എല്ലാത്തിനും കൃത്യമായ ഉത്തരവുണ്ട്. ഇനി LLB പഠിക്കാതെ തന്നെ ബാധിക്കാൻ പോവാം. ആർക്കും നിന്നെ തർക്കിച്ച് തോൽപ്പിക്കാൻ പറ്റില്ല. മുരളിയേട്ടൻ എന്നെ പരിഹസിക്കുകയാണോ? ഏയ്, ഒരിക്കലും അല്ല. കാരണം നമ്മളൊരാളെ പരിഹസിക്കുന്നത് അയാൾക്ക് ഫീൽ ചെയ്യാനാ, അയാളുടെ ഹൃദയത്തിൽ കൊള്ളാനാ. പക്ഷേ നിന്റെ ഹൃദയം കല്ലുകൊണ്ടല്ലേ, പരിഹസിച്ചാൽ എവിടെ ഏൽക്കാനാ. എന്തായാലും നിനക്ക് തന്ന വാക്ക് തെറ്റിച്ചതിന് ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുക. ശരി, ഒരു കാര്യം കൂടി. എന്നോട് ദേഷ്യപ്പെട്ടതും വെറുപ്പ് കാണിച്ചതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലോ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാലോ എന്നെ വിളിക്കാൻ മടിക്കണ്ട. ഞാനിവിടെ പാഞ്ഞെത്തും. ഞാൻ എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോ മുതല് എന്റെ രക്ഷകർത്താക്കള് കൂടിക്കൂടി വരിക. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ വിളിച്ചോളാം. എനിക്കിപ്പോ സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. പറഞ്ഞോ. എഴുതിക്കൊണ്ടിരുന്ന ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ പറ്റില്ല. കേൾക്കുന്നുണ്ടല്ലോ, പറഞ്ഞോ. ഞാനൊരു കാര്യം പറഞ്ഞാ വാങ്ങിത്തരോ? വളയല്ലേ? ഞാൻ പറഞ്ഞല്ലോ PF കിട്ടട്ടെ എന്ന്. നമുക്ക് വാങ്ങാന്നേ. സ്വർണ്ണവില എത്രയെന്ന് അറിയാലോ. കയ്യിലുള്ളൊന്നും മതിയാവില്ല. സ്വർണ്ണ വളയൊന്നും അല്ല. പിന്നെ ഒരു മസാല ദോശ. എന്താ മസാല ദോശ? പെട്ടെന്നൊരു ആഗ്രഹം, മസാല ദോശ കഴിച്ചാൽ കൊള്ളാന്നു. വാങ്ങിത്തരോ? നീ എന്താ ഈ പറയുന്നത്? വള വാങ്ങാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ചോദിച്ചത് 50 രൂപയുടെ മസാല ദോശ. പറ, എത്ര എണ്ണം വേണം? ഒരു 5 എണ്ണം മതിയാവോ? 5 എണ്ണൊന്നും വേണ്ട, ഒരെണ്ണം മതി. അതെ, നീ മസാല ദോശ കഴിക്കുന്നത് കാണുമ്പോ സ്വാഭാവികമായിട്ട് എനിക്കൊരെണ്ണം കഴിക്കാൻ ആഗ്രഹം കാണില്ലേ? അമ്മയ്ക്ക് എത്ര മസാല ദോശ വേണം? രാവിലെ കാപ്പുകൂടി കഴിഞ്ഞല്ലോ. അമ്മ ചോദിച്ചതിന് ഉത്തരം പറ. എത്ര മസാല ദോശ വേണം? എനിക്കിപ്പോ മസാല ദോശയൊന്നും വേണ്ട. ഈ ചെറുക്കൻ എന്തിന്റെ കേടാ? അമ്മേ, ഒരു മസാല ദോശ കഴിച്ചാൽ കൊള്ളാന്ന് അറിയാതൊന്ന് പറഞ്ഞു പോയി. അതിന് ഗിരി ഒരു ഇന്റർനാഷണൽ സംഭവമാക്കി. അതാണോ? ഗർഭാവസ്ഥയിൽ ഇതുപോലെ ഓരോ ആഗ്രഹങ്ങളൊക്കെ തോന്നും. അത് സാധിച്ചു കൊടുക്കണം.
ചെന്ന് വാങ്ങിയിട്ട് വാ. ദേ കാശ് എന്റെ വക. ആഹാ, അമ്മയുടെ ചെലവാണോ? എന്നാ പിന്നെ ദിവസം ആഗ്രഹിച്ചോ. ഒരാഗ്രഹം കൂടിയുണ്ട്. എന്താ? എന്താണേലും പറഞ്ഞോ. വൈകിട്ട് വീട്ടിലൊന്ന് പോവാം. എന്താ പെട്ടെന്ന്? അല്ല, ദേവികയുടെ ഫയലിന്റെ പ്രശ്നമൊക്കെ എന്തായെന്നറിയാൻ. പിന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ട വാർത്തകളും. അതൊക്കെ അവര് നോക്കിക്കോളും. ഫയലിന്റെ കാര്യം കുറച്ച് ടെൻഷൻ തന്നെ. അല്ല, വീട്ടിൽ നിന്ന് എങ്ങനെയാടാ ഫയല് കാണാതാവുന്നേ? ദേവിക തന്നെ ശ്രദ്ധിക്കാതെ എങ്ങോട്ടെങ്കിലും മാറ്റി വെച്ച് കാണും. അല്ലെങ്കിൽ പുറത്തെവിടെങ്കിലും വെച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പ്രശ്നമായപ്പോ വീട്ടിൽ വെച്ചിരുന്നതാന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതാവും. അതെ, വേണ്ട, ഈ സംസാരം നമുക്ക് നിർത്താം. അല്ലെങ്കിലേ മസാല ദോശ കഴിക്കുന്നതിന്റെ ത്രില്ല് അങ്ങ് പോവും. ഇപ്പൊ തൽക്കാലം മസാല ദോശയെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഞാനേ പെട്ടെന്ന് വാങ്ങിയിട്ട് വരാം. ശാരിക്ക് എന്നോടെന്തോ നല്ല ദേഷ്യമുണ്ട് കേട്ടോ. അവൾക്ക് ദേഷ്യവും വാശിയൊക്കെ കാണിച്ചാൽ മതിയല്ലോ. വീട്ടുകാരുടെ വിഷമം അറിയണ്ട, നാട്ടുകാരെ നോക്കണ്ട. സ്വന്തം തീരുമാനങ്ങൾ നടപ്പാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വനിതാ വിമോചകയാവുകയും ചെയ്യാം. മുരളീട്ടനോട് അവൾ എന്താ പറഞ്ഞേ? അല്ല, ഞാൻ ശാരികയുടെ പ്രേമകാര്യം നന്ദനോട് പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇഷ്ടപ്പെടണ്ട. അവൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? കൊച്ചുകുട്ടിയായിട്ട് നമ്മൾ കരുതിയിരുന്നവള് വലിയ ആളാവാൻ വേണ്ടി സാരി ഉടുത്തിറങ്ങിയിരിക്ക. അതെ അതെ, അവളുടെ മാറ്റം കണ്ട് ഞാനും അതിശയിച്ചു പോയി. അവളോട് സംസാരിക്കുമ്പോ ഞാൻ അവളുടെ ചേച്ചിയല്ല, അവൾ എന്റെ രക്ഷകർത്താവാണെന്നേ തോന്നും. ദേവികെ, എനിക്ക് നീയും അവളും ഒക്കെ എന്റെ സ്വന്തം അനിയത്തിമാര്. ദേവിക, ശാരിക എങ്ങോട്ടാ പോകുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നതെന്നൊന്ന് ശ്രദ്ധിക്കണം. അവൾക്ക് സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കാൻ അറിയാമെന്ന് പറയാമെങ്കിലും സത്യസന്ധമായിട്ട് പ്രേമിക്കുന്ന ആളാണോ പ്രേമം നടിച്ചു വന്ന ആളാണോ അപ്പുറത്ത് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇനിയും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല. ഒരാൾ നമ്മളെ ധിക്കരിച്ചിറങ്ങാൻ തുടങ്ങിയാ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുരളേട്ടാ, മക്കളെ നിയന്ത്രിക്കണം, തല്ലണം, അടച്ചിട്ട് വളർത്തണം, അവരുടെ മേളിലൊരു കണ്ണ് വേണം എന്നൊക്കെ പറയാൻ എളുപ്പമാ. അച്ഛനമ്മമാരെ മക്കൾ ധിക്കരിച്ചിറങ്ങാൻ തുടങ്ങിയാ വീട്ടുകാർക്ക് നോക്കി നിൽക്കാനേ പറ്റൂ പലപ്പോഴും. ശാരികയുടെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് അവക്ക് മാത്രം. നമുക്ക് ശ്രമിക്കാം, പക്ഷെ ഫലം ഉണ്ടാവും തോന്നുന്നില്ല. ഹലോ, പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, എവിടെയാ? എന്താ വൈകുന്നേ? ഞാൻ ഓൺ ദ വേ ആണ്, ഇപ്പൊ എത്തും. ഇഷ്ടപ്പെട്ട ഒരാളെ കാണാൻ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് കാത്തു നിൽക്കുന്ന കാര്യം താങ്കളൊന്ന് മനസ്സിലാക്കണം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. കൃത്യനിഷ്ഠയുടെ കാര്യത്തില് വലിയ നിർബന്ധമുള്ള ആളാ ഞാൻ. പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്തെത്തി. അയ്യോ, അത് സാരമില്ല. മനഃപൂർവ്വം എന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കില്ല എന്ന് എനിക്കറിയില്ലേ. ആ ഓക്കെ ഓക്കെ, ശരി. ശരിക, ചുരിദാറൊക്കെ ഇട്ട് നടന്നിരുന്ന കൊച്ചു പെൺകുട്ടി ഇതാ വളർന്ന് സാരിയിലായിരിക്കുന്നു. ആളിനെ എവിടെയോ വെച്ച് കണ്ട പോലൊരു പരിചയം തോന്നിയിട്ടാ ശ്രദ്ധിച്ചത്.
ഇപ്പൊ വലിയ ആളായി പോയി. ഇനിയിപ്പോ കുറച്ച് മാറ്റങ്ങളൊക്കെ വേണമല്ലോ ഗിരീഷ് ഏട്ടാ. അതെ അതെ, അത് നേരം. അല്ല, എന്താ ഇവിടെ നിൽക്കുന്നത്? ആരെങ്കിലും വെയിറ്റ് ചെയ്യണോ?